എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാന്യ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് മാളികപ്പുറം സീരിയലിന്റെ ഈ വരുന്ന ആഴ്ചയിലെ ആ ഒരു സൂപ്പർ ഹിറ്റ് കഥയൊക്കെ ആയിട്ടാണ്. അപ്പം കുറച്ച് ദിവസമായി നമ്മൾ മാളികപ്പുറത്തിന്റെ ആ ഒരു ഫുൾ എപ്പിസോഡ് രാവിലെ ഇപ്പൊ നമ്മൾ പ്രമോ മാത്രമാണല്ലോ ഇടുന്നത്. ടൈം കിട്ടാത്തത് കൊണ്ടാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. നമുക്ക് നേരെ കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ ഉണ്ണിമോളും ഗിരിദേവനും വാവയും ഒക്കെ കൂടി ഇപ്പം അനുവിന്റെ കല്യാണ കാര്യങ്ങളൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ട് നടക്കുവാണല്ലോ. അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ നിന്നും കാശ് മോഷണം പോയത് അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ഗിരിദേവൻ തന്നെ നിന്ന് അന്വേഷിക്കുകയാണ്. അപ്പം പൈസ അടിച്ചു മാറ്റി അവനെ കൊണ്ട് തന്നെ ആ ഒരു പൈസ അവിടെ എത്തിക്കണം എന്നുള്ള കാര്യമാണ് ഇവർ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെ ആ ഒരു കഥ മുന്നോട്ട് പോകുമ്പോഴത്തേക്കിനും മഹേഷ് ആണെങ്കിലോ ഭയങ്കര കുടിയായത് കൊണ്ട് തന്നെ പാറുക്കുട്ടിക്കാണെങ്കിൽ ഭയങ്കര സങ്കടമാണ്. അപ്പം ഗിരിദേവന്റെ അടുത്തും ഉണ്ണിമോളുടെ അടുത്തും ഒക്കെ വന്ന് പാറു തന്റെ സങ്കടങ്ങളൊക്കെ പറഞ്ഞല്ലോ. അവസാനം ബിന്ദു കൂടി ആ വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്കിനും വീണ്ടും വഴക്ക് തുടങ്ങി. അപ്പൊ അത് തന്നെയാണ് കുഞ്ഞിന് വലിയ വിഷമമൊക്കെ ആയത്. അങ്ങനെ അവര് കാര്യങ്ങളെല്ലാം നമ്മുടെ ഗിരിദേവന്റെ അടുത്ത് പറയുമ്പം ഗിരിദേവനാണെങ്കിലോ മഹേഷ് പോകുന്ന ആ ഒരു കാറിൽ ഗിരിദേവനും വാവയും കൂടി കയറുകയാണ്. അപ്പൊ കയറുമ്പോഴത്തേക്കിനും നിങ്ങൾ എന്തിനാ പിള്ളേരെ എന്റെ വണ്ടിയിൽ കയറിയതെന്നും പറഞ്ഞ് മഹേഷ് കുട്ടികളോട് ദേഷ്യപ്പെടുമ്പോഴത്തേക്കിനും അതെ ഒരു കാര്യം പറഞ്ഞോട്ടെ, പാറുക്കുട്ടിയെയും ബിന്ദു ചേച്ചിയും എന്തിനാണ് ഇങ്ങനെ വിഷമിപ്പിക്കുന്നത് എന്നുള്ള കാര്യം ഗിരിദേവൻ ചോദിക്കുമ്പം അതിന് അവർക്ക് എന്താ വിഷമം? അതെ നിങ്ങൾ ഇങ്ങനെ വെള്ളം അടിച്ച് നടക്കുവാണല്ലോ, കുടുംബത്തെ കാര്യങ്ങൾ വല്ലതും നിങ്ങൾ നോക്കുന്നുണ്ടോ? ഇപ്പോഴാണെങ്കിലും നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വരെ കയറി, അതും കള്ളൻ എന്നുള്ള പേരില്. അപ്പം അങ്ങനെയൊക്കെ നടക്കുമ്പോഴത്തേക്കിനും ഏത് വീട്ടിലുള്ള ആൾക്കാർക്കാണ് സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാവുക എന്നുള്ള കാര്യമൊക്കെ ഗിരിദേവൻ പറയുമ്പം ചെറുക്ക നീ ഒരു ചെറിയ ചെറുക്കനല്ലേ, നീ എന്നെ ഇത്ര കണ്ട് ഉപദേശിക്കാൻ എന്തൊക്കെ വളർന്നോന്ന് ചോദിക്കുക. അപ്പം ഗിരിദേവൻ ഉടനെ ഒരു കാര്യം പറയാണ്, ഞാൻ നിങ്ങൾക്കൊരു സാധനം തരാം, അതൊന്ന് നിങ്ങൾ ഉപയോഗിച്ച് നോക്കെന്നും പറഞ്ഞ് കയ്യിലൊരു കണ്ണാടി ഉണ്ട്. അപ്പൊ ആ കണ്ണാടി എടുത്ത് നമ്മുടെ മഹേഷിന്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ മഹേഷ് ആണെങ്കിൽ ആദ്യം അത് വാങ്ങാൻ കൂട്ടാക്കുന്നില്ല. ഇത് നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതവും മുന്നോട്ടുള്ള ജീവിതവും കാണിച്ചു തരുമെന്ന് പറയുമ്പോഴത്തേക്കിനും കൊച്ചു പറഞ്ഞത് എന്താണെന്ന് അറിയണമല്ലോ. അതുകൊണ്ട് തന്നെ കണ്ണാടി എടുത്ത് കണ്ണിലിങ്ങനെ വെക്കുകയാണ്. വെക്കുന്ന സമയത്താണ് മഹേഷ് ആ ഒരു ഞെട്ടിക്കുന്ന കാഴ്ചകൾ കാണുന്നത്. താൻ ഇനി ഇതുപോലെ തന്നെ മദ്യപിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തൻ്റെ കുടുംബം ശിഥിലമായി പോകുന്ന ആ ഒരു കാഴ്ച പുള്ളിക്കാരൻ ആ ഒരു കണ്ണാടയിലൂടെ കാണുകയാണ്. അപ്പം ആൾക്ക് നല്ലതുപോലെ തന്നെ വിഷമമായിട്ടോ. ഇനി ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല, തൻ്റെ ഭാര്യയും തൻ്റെ കുഞ്ഞും ആത്മഹത്യയുടെ വക്കിലേക്ക് തന്നെ പോകും എന്നുള്ള കാര്യമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഗിരിദേവൻ കാണിച്ചു കൊടുത്ത ആ ഒരു മാർഗം, അപ്പൊ ഗിരിദേവന്റെ ഉപദേശമൊക്കെ സ്വീകരിച്ചുകൊണ്ട് പുള്ളിക്കാരൻ അങ്ങ് നന്നാവാൻ തീരുമാനിക്കുകയാണ്. അപ്പൊ എന്തായാലും ഇനി താൻ ഇങ്ങനെയുള്ള രീതിയിലൊന്നും മദ്യപിച്ച് നടക്കില്ല എന്നുള്ള വാക്ക് ഗിരിദേവനും വാവയ്ക്കും കൊടുക്കുകയാണ്. അപ്പൊ രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമായി കേട്ടോ. പാറക്കുട്ടിയുടെ മനസ്സിൽ ആ ഒരു സങ്കടമൊക്കെ മാറ്റാൻ സാധിച്ചതിന്റെ സന്തോഷമാണ് നമ്മുടെ ഗിരിദേവനും വാവയ്ക്കും ഒക്കെ ഉള്ളത്. അപ്പം മഹേഷ് തന്റെ വണ്ടിയിൽ സൂക്ഷിച്ചിരുന്ന ആ ഒരു മദ്യക്കുപ്പിയൊക്കെ എടുത്ത് വെളിയിലേക്ക് അങ്ങ് വലിച്ചെറിയാണ്. എന്നിട്ട് പാറുവിനെയും അമ്മയെയും പോയി കാണുക. അപ്പൊ രണ്ടാളും അവിടെ ഇരിക്കുന്ന ആ ഒരു സമയത്താണെങ്കിലോ ബിന്ദു ആണെങ്കിലും ഇന്നും കുടിച്ചിട്ടാണോ വന്നത് എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിനും ഇല്ല ബിന്ദു, ഞാനും നിന്റെ കുഞ്ഞിനോടും ചെയ്തത് വളരെ വലിയൊരു തെറ്റ് തന്നെയാണ് എന്നുള്ളത് എനിക്ക് ഇന്നാണ് ബോധ്യപ്പെട്ടത്. അതുകൊണ്ട് ഇനി ഒരിക്കലും ഞാനിതൊന്നും ആവർത്തിക്കില്ല എന്നും പറഞ്ഞ് ബിന്ദുവിനോടും കുഞ്ഞിനോടും മാപ്പ് ചോദിക്കുകയാണ്. അപ്പം അച്ഛൻ ഇങ്ങനെയൊക്കെ മാപ്പ് ചോദിക്കുന്ന ഒരു കാര്യം നമ്മുടെ പാറുക്കുട്ടിക്ക് ആദ്യമായിട്ടാണ് തോന്നുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അവൾ ഇതെല്ലാം കാണുമ്പോഴത്തേക്കിനും ഇതുള്ളത് തന്നെയാണോ, ഇനി വെള്ളപ്പുറത്തെങ്ങാനും പറയുന്നതാണോ എന്നൊക്കെ ചിന്തിക്കുക. പക്ഷേ മഹേഷ് വളരെ ആത്മാർത്ഥമായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞതെന്നും ബിന്ദുവിനോടും കുഞ്ഞിനോടും ആത്മാർത്ഥമായിട്ട് തന്നെ സംസാരിച്ചു എന്നും നമ്മുടെ ബിന്ദുവിന് മനസ്സിലാകുക. അപ്പൊ അവളാണെങ്കിൽ തന്റെ ഭർത്താവിനെ ചേർത്ത് നിർത്തുകയാണ്. ഇനി ഒരിക്കലും ഇങ്ങനെ കുടിക്കില്ല എന്നുള്ളൊരു വാക്ക് കൊടുക്കുമ്പോഴത്തേക്കിനും ഒരുപാട് സന്തോഷമാകുക. അങ്ങനെ ആ വീട്ടിലെ കല്യാണമേളങ്ങളെല്ലാം നല്ല തകൃതിയായിട്ട് നടക്കുമ്പോഴത്തേക്കിനും അനു ആണെങ്കിലോ എന്ത് ചെയ്യും, പൈസ നഷ്ടപ്പെട്ടു പോയല്ലോ. അപ്പൊ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ ശ്രീരാജിന്റെ വീട്ടുകാർ തന്നെ കൊണ്ടുപോകുള്ളൂ എന്നുള്ള കാര്യം നമ്മുടെ അനുവിനറിയാം. അപ്പൊ കാശ് എങ്ങനെയും തിരിച്ചു കിട്ടണം, അതിനുള്ള മാർഗം എന്താണെന്നുള്ള കാര്യം ഇവളിങ്ങനെ ആലോചിച്ച് വിഷമിച്ചിരിക്കുമ്പം ഗിരിദേവൻ അങ്ങോട്ട് ചെന്നിട്ട് അനുവിന്റെ അടുത്ത് പറയുകയാണ്, ചേച്ചി ഒരു കാരണം വെച്ചാലും ചേച്ചി വിഷമിക്കുമൊന്നും വേണ്ട, ചേച്ചി അയ്യപ്പസ്വാമിയെ വിളിച്ച് പ്രാർത്ഥിക്ക്, ചേച്ചിയുടെ കല്യാണം നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ നടക്കും. എന്തായാലും ആ കാര്യത്തിന് വേണ്ടിയിട്ട് ചേച്ചി കാത്തിരുന്നോ, ഇനി ഒരിക്കലും കരയൊന്നും വേണ്ടാട്ടോ എന്നും പറഞ്ഞ് ഗിരിദേവൻ ചേച്ചിയെ സമാധാനിപ്പിക്കുമ്പോഴത്തേക്കിനും ഗിരിദേവ കാശില്ലെങ്കിൽ ഒരു കാരണം വെച്ചാലും ശ്രീരാജിന്റെ വീട്ടുകാര് എന്നെ കേട്ടില്ല എന്നുള്ള കാര്യം പറഞ്ഞ് സങ്കടപ്പെടുകയാണ്. അപ്പൊ ഗിരിദേവൻ പറയാണ്, ഇന്ന് രാത്രി തന്നെ ആരാണോ പണം മോഷ്ടിച്ചത് അവനെ കൊണ്ട് തന്നെ ആ പണം തിരികെ നൽകിക്കാനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തു തരാമെന്നുള്ള ആ ഒരു വാക്ക് നമ്മുടെ അനുവിന് കൊടുക്കുകയാണ്.
അപ്പൊ അനുവിന് ഗിരിദേവൻ വാക്ക് കൊടുക്കുമ്പോഴത്തേക്കിനും നമ്മുടെ അയ്യപ്പസ്വാമി കൊടുക്കുന്നതായിട്ട് തന്നെയാണ് അനുവിന് തോന്നുന്നത്. അനുവിന് വലിയ സന്തോഷമൊക്കെ ആയി. അപ്പം കല്യാണത്തിന്റെ ആഘോഷങ്ങളെല്ലാം തകൃതിയായിട്ട് നടക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ ഗിരിദേവനാണെങ്കിൽ കുറച്ച് കാര്യങ്ങളെല്ലാം അനുവിനെ പറഞ്ഞു ബോധ്യപ്പെടുത്തുകയാണ്. മുറച്ചെറുക്കനാണോ ഈ കാശെടുത്തതെന്ന് അറിയണമല്ലോ. അതിന് മുറച്ചെറുക്കന്റെ അടുത്ത് പോയി അനു നിന്ന് സംസാരിക്കുകയാണ്. ഇനിയിപ്പോ കല്യാണം എന്തായാലും നടക്കില്ലല്ലോ, കല്യാണം മുടങ്ങിക്കഴിഞ്ഞാൽ നീ എനിക്കൊരു ജീവിതം തരുമോ എന്നുള്ള കാര്യം അനു ചോദിക്കുമ്പോഴത്തേക്കിനും അവനാണെങ്കിലോ ലോട്ടറി അടിച്ച സന്തോഷമാണ്. കാശെടുത്തത് അവനാണെന്നുള്ള രീതിയിലാണ് നമ്മുടെ അനു അങ്ങനെ സംസാരിക്കുന്നത്. പക്ഷെ കാശെടുത്ത ആള് അതുക്കും മേലെയുള്ള ഒരാളാണ് എന്നുള്ള കാര്യം അനു അറിയുന്നില്ലല്ലോ. അങ്ങനെ ഇവര് ആ ഒരു ആഘോഷമൊക്കെ തുടർന്ന് പോകുമ്പോഴത്തേക്കിനും അങ്ങോട്ടേക്ക് ഒരു സിദ്ധൻ വരികയാണ്. സിദ്ധനമ്മാവനെന്നാണ് വിളിക്കുന്നത്. ശരിക്കും പറഞ്ഞാല് നമ്മുടെ വാവ പണിക്കരുടെ വീട്ടില് കടുവ കയറിയ സമയത്ത് അവിടെ അവതരിച്ചല്ലോ വാമനന്റെ നമ്പൂതിരിയുടെ വേഷത്തില്, അതേപോലെയുള്ളൊരു സിദ്ധനമ്മാവനാണ് വീട്ടിലെത്തിയിരിക്കുന്നത്. അപ്പൊ പുള്ളിക്കാരൻ വന്നിട്ട് ഈ വേണുവിനെയും അതുപോലെ തന്നെ അനുവിന്റെ അമ്മയെയും ഒക്കെ കണ്ട കാര്യങ്ങളെല്ലാം സംസാരിക്കുമ്പോഴത്തേക്കിനും ഞങ്ങളുടെ മകളുടെ വിവാഹമാണ്, അപ്പം അങ്ങനെ ഇവിടെ നിൽക്കാവോ എന്നുള്ള കാര്യമൊക്കെ അച്ഛനും അമ്മയും കൂടി ചോദിക്കുമ്പോഴത്തേക്കിനും അതിനെന്താ എനിക്ക് സന്തോഷമാണ് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് അവരാണെങ്കിൽ ഇവരെ വലിയ രീതിയിൽ തന്നെ സ്വീകരിച്ച്, പുള്ളിക്കാരനാണെങ്കിലോ ഗിരിദേവന്റെ നിർദ്ദേശപ്രകാരം തന്നെ വീട്ടിലെത്തിയ ഒരാളായിരുന്നു. അപ്പം കള്ളൻ ആരാണെന്നുള്ള കാര്യം കാണിച്ചു കൊടുക്കണമല്ലോ. അതിനുവേണ്ടി ആ സിദ്ധനമ്മാവനും ഗിരിദേവനും വാവയും കൂടി ചെറിയ കാര്യങ്ങളെല്ലാം അവിടെ പ്ലാൻ ചെയ്യുകയാണ്. പക്ഷെ കഥകളൊന്നും അറിയാതെ ബാക്കിയുള്ള ആൾക്കാരെല്ലാം ആഘോഷത്തിൽ പങ്കുചേരുമ്പോഴത്തേക്കിനും അമ്മാവും കൊണ്ടുവന്ന ആ ഒരു ഡെപ്പയുടെ അകത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ദേവകി മുത്തശ്ശിക്ക് കൊടുത്തല്ലോ ത്രിമധുരം, അന്നപൂർണേശ്വരി ദേവി ക്ഷേത്രത്തിൽ നിന്ന് കൊടുത്തുവിട്ടത്, അതേപോലെയുള്ളൊരു പ്രസാദമാണ്. അപ്പൊ ഈ പ്രസാദമൊക്കെ വീട്ടിലുള്ള എല്ലാ അംഗങ്ങൾക്കും നമ്മുടെ അനു വിളമ്പുകയാണ്. അങ്ങനെ നമ്മുടെ വീട്ടിലുള്ള എല്ലാ ആൾക്കാരും കഴിച്ചു കഴിയുമ്പോഴത്തേക്കിനും വല്യമ്മാവന് കഴിച്ചത് ഇച്ചിരി കൂടിപ്പോയോ എന്നൊരു സംശയമുണ്ട്. ഇപ്പം വല്യമ്മാവനാണെങ്കിലോ സത്യമായിട്ട് വിളമ്പി അങ്ങ് വെക്കാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞാല് ആ വീട്ടില് 1 കോടി രൂപ അടിച്ചു മാറ്റിയത് മറ്റാരും അല്ലായിരുന്നു, വല്യമ്മാവൻ തന്നെയായിരുന്നു. അപ്പൊ പുള്ളിക്കാരനാണ് ആ വീട്ടിലെ യഥാർത്ഥ പുള്ളി എന്നുള്ള കാര്യങ്ങളെല്ലാം കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ആ ഒരു പ്രമോ വിശേഷം എത്തിയിരിക്കുന്നത്. അപ്പം എല്ലാവരും കാണുക. എല്ലാവർക്കും നല്ലൊരു ഞായറാഴ്ചയൊക്കെ ആശംസിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്